അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. തർഗീബ് തർഹീബിൽ കിതാബു സ്വലാത്തിലെ തർഗീബ് ഫി സ്വലാത്തിൽ ജമാഅത്ത് നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന ഹദീസുകളാണ്. അതിൽ അടുത്ത ഹദീസ് وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم فضل الصلاة الرجل في الجماعة على صلاته وحده بضع وعشرون درجة. ഒരാൾ അവനൊറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഫضൽ എന്ന് പറയുന്നത് 20 ചില്ലാനം ദറജകൾ കൂടുതലാണ്. നമ്മൾ മുമ്പ് ഹദീസുകൾ പറഞ്ഞിരുന്നു. അതിൽ 25, 26, 27 അങ്ങനെ വ്യത്യസ്തമായി ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ 20 ചില്ലാനം ദറജകൾ ഫضൽ കൂടുതലാണ് ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ. അതിൽ ചില റിവായത്തുകൾ കുല്ലുഹ മിസ്ലു സ്വലാത്തിഹി ഫി ബൈത്തിഹി, അവൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിക്കുന്നതിൻ്റെ 25 അല്ലെങ്കിൽ 20 ചില്ലാനം ദറജകൾ കൂടുതലാണ് എന്നത്. അടുത്ത ഹദീസ് وعن عبد الله بن عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നല്ലാഹ തബാറക വതആല ലയഅജബു മിനസ് സ്വലാത്തി ഫിൽ ജംഅ്, അല്ലാഹു സുബ്ഹാനഹു വതആല ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കുന്നത് കാരണത്താൽ അല്ലാഹു തആല അത്ഭുതം കൂറുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജമാഅത്തായി അവൻ്റെ അടിമകൾ നിസ്കരിക്കുന്നതിന് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതം കൂറുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഒരു വിശേഷണമാണ് അല്ലാഹു തആല അത്ഭുതം കൊള്ളുക എന്നുള്ളത്. മലയാളത്തിലെ പദത്തിൻ്റെ ആശയം അത്ര കൃത്യമല്ല, എന്നാലും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നർത്ഥത്തിൽ. وعن عثمان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من توضأ فأسبغ الوضوء ثم مشى إلى صلاة مكتوبة فصلاها مع الإمام غفر له ذنبه. ആരാണോ ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുകയും പിന്നീട് നിർബന്ധമായ നിസ്കാരത്തിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നത്, എന്നിട്ട് ഇമാമിനോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതാനി അല്ലൈലത റബ്ബി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ രാത്രിയിൽ കണ്ടൊരു സ്വപ്നവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ റബ്ബ് ഇന്നലെ രാത്രി എൻ്റെ അടുക്കിലേക്ക് വന്നു. വേറെ ചില റിവായത്തിൽ റഅയ്തു റബ്ബി ഫി അഹ്സനി സൂറത്തിൻ, ഞാൻ എൻ്റെ റബ്ബിനെ സ്വപ്നത്തിൽ ഏറ്റവും നല്ല ഒരു രൂപത്തിൽ കണ്ടു. ഫഖാല ലി, എന്നിട്ട് എന്നോട് ചോദിച്ചു യാ മുഹമ്മദ്, എ മുഹമ്മദ്. ഖുൽതു, ഞാൻ പറഞ്ഞു ലബ്ബൈക റബ്ബി വസഅദൈക്, ഞാനിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഖാല, അല്ലാഹു തആല പറഞ്ഞു ഹൽ തദ്രി ഫീമ യഖ്തസിമുൽ മലഉൽ അഅല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിനക്കറിയുമോ എന്തിൻ്റെ വിഷയത്തിലാണ് ഉന്നതമായ ലോകത്ത് ചർച്ച നടക്കുന്നത് എന്ന്, അഥവാ മലക്കുകൾക്കിടയിൽ സംസാരം നടക്കുന്ന വിഷയം എന്താണെന്ന് നിനക്കറിയുമോ? ഖുൽതു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞു ലാ അഅലം, എനിക്കറിയില്ല. فوضع يده بين كتفي حتى وجدت بردها بين ثديي. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് തോളുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവെക്കുകയും ആ കൈയിൻ്റെ തണുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിക്കുകയും ചെയ്തു. ഇത് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത്. ഇത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകൾ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. ഔ ഖാല ഫീ നഹ്രി ഫഅലിംതു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് എനിക്ക് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം മനസ്സിലാകുന്ന അവസ്ഥയുണ്ടായി. ഔ ഖാല മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലെങ്കിൽ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിലുള്ളത്. ഖാല, എന്നിട്ട് അല്ലാഹു തആല വീണ്ടും ചോദിച്ചു യാ മുഹമ്മദ് അതദ്രി ഫീമ യഖ്തസിമുൽ മലഉൽ അഅല. മുഹമ്മദ്, നിനക്കിപ്പോൾ അറിയുമോ എന്ത് വിഷയമാണ് ആകാശലോകത്തെ മലക്കുകൾ ചർച്ച ചെയ്യുന്നത് എന്ന്? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം, അതെ, ഫി ദറജാതി വൽ കഫാറാത്ത്
ഉന്നതമായ ദർജകളെക്കുറിച്ചും പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തത്തെക്കുറിച്ചുമാണ് അവിടെ ചർച്ച നടക്കുന്നതെന്ന് പറഞ്ഞു. വനഖ്ലിൽ അഖ്ദാമി ഇലൽ ജമാഅ, ദർജകൾ കൂട്ടുന്നതും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നതുമായ കാര്യങ്ങളാണ് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി നടന്നു പോവുക എന്നുള്ളത്. വഇസ്ബാഗിൽ വുദൂഇ ഫിസ്സബറാത്ത്, ഞെരുക്കമുള്ള ബുദ്ധിമുട്ടുള്ള സമയത്തും ഏറ്റവും നല്ല രീതിയിൽ വുദൂ എടുക്കുക എന്നുള്ളത്. വൻതിളാരി സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നുള്ളത്. വമൻ ഹാഫള അലൈഹിൻ ആശ ബിഖൈരിൻ, ആരാണോ ഈ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അവൻ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കും. വമാത ബിഖൈരിൻ, ഏറ്റവും നല്ല രീതിയിൽ മരണപ്പെടും. വകാന മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, അവൻ്റെ പാപങ്ങൾ എന്നുള്ളത് അവൻ ജനിച്ച ദിവസം എങ്ങനെയാണോ അതുപോലെ ആയിത്തീരും, അഥവാ എല്ലാം മായ്ക്കപ്പെടും. ഖാല, വീണ്ടും അള്ളാഹു ചോദിച്ചു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഖുൽതു, ഞാൻ പറഞ്ഞു, ലബ്ബൈക വസഅദൈക, ഞാനിതാ ഉത്തരം ചെയ്യുന്നു. ഫഖാല ഇദാ സല്ലൈത, നീ നിസ്കരിക്കുമ്പോൾ നീ പറയുക, ഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അള്ളാഹുവെ ഞാൻ നിന്നോട് ഖൈറുകൾ, നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരത്തെ, തൗഫീഖിനെ ചോദിക്കുന്നു. വതർക്കൽ മുൻകറാത്ത്, നിഷിദ്ധമായവ, മോശപ്പെട്ടവ, ഹറാമായവ അത് ഒഴിവാക്കാനും. വഹബ്ബൽ മസാക്കീൻ, ദരിദ്രരോടുള്ള ഇഷ്ടവും ഞാൻ ചോദിക്കുന്നു, മിസ്കീനുകളോടുള്ള ഇഷ്ടം. വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂനിൻ, നീ നിന്റെ അടിമകളിൽ എന്തെങ്കിലും ഒരു ഫിത്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ശിക്ഷയോ എന്തോ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ അതിലകപ്പെടാത്ത രീതിയിൽ എന്നെ നീ രക്ഷപ്പെടുത്തണമേ, എന്നെ നീ ഒഴിവാക്കണമേ എന്ന് പറയാം. ഖാല വദ്ദറജാത്ത്, ദർജകളെ സംബന്ധിച്ച് പറയുകയാണ്. ഇഫ്ഷാ ഉസ്സലാം, സലാം വ്യാപിപ്പിക്കൽ. വഇത്ആമു തആം, ഭക്ഷണം നൽകൽ. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. ഇതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്വപ്നം കണ്ടു എന്നുള്ളത്. അള്ളാഹുവിനെ സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളിടത്ത് ധാരാളം അഹ്ലുസുന്നയിലെ ഇമാം നവവി, ഇബ്നു തൈമിയ പോലുള്ളവർ കാണാൻ സാധിക്കും, പക്ഷെ എങ്ങനെയെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. പിന്നീട് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് മലക്കുകൾ ദറജകളുടെ വിഷയത്തിലും കഫാറത്തിന്റെ വിഷയത്തിലും സംസാരിക്കുന്ന സംസാരങ്ങളാണ്. അതിൽ ഒരാളുടെ ദറജ ഉയർത്തുന്നതും അതുപോലെ തന്നെ പാപങ്ങൾക്ക് കഫാറത്തുകളുമാകുന്ന കാര്യമാണ് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി നടന്നു പോവുക എന്നത്. ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുക എന്നുള്ളത്, കുറച്ചൊക്കെ തണുപ്പുണ്ടെങ്കിലും ആ വുദു ഏറ്റവും നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതവും മരണവും ഖൈറിലായിരിക്കും, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അതുപോലെ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കാരത്തിലും മറ്റും പ്രാർത്ഥിക്കാനുള്ള ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹിബ്ബൽ മസാകീൻ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂനിൻ. എന്തെങ്കിലും ഒരു പരീക്ഷണമോ ഫിത്നയോ അടിമകൾക്കിടയിൽ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എന്നെ മരിപ്പിക്കണം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം, പിന്നെ നിന്നിലേക്ക് എന്നെ എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ദറജകൾ, ഒരാളുടെ ദറജ ഉയർത്തുന്ന കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്, ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ടിട്ട് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഫദ്ലും ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.